guys, welcome back to video. So guys, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന who does it ചലഞ്ച് അല്ല, ഒരു ഇന്ററാക്ഷൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്, അമാൽ ഫാത്തിമ ആൻഡ് ജാബിർ മെമ്മിയൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മുടെ അമാലിന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരും ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഉയർത്തിയാൽ മാത്രം മതി, അതാണ് ചലഞ്ച് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കത്തുണ്ട്, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, മറക്കാം സബ്സ്ക്രൈബ് ഗൈസ്. വി ആർ റോട്ട് എന്നെ കാണണ്ടേ ബ്രോ, അത് മാറ്റി എന്നെ കാണണ്ടേ. വി ആർ റോട്ട് 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിട്ടേക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആള് ഏറ്റവും കുറവല്ല നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആരാ? തിരിച്ചിരുത്തി എല്ലാരും മടിയൻ. ഇവിടുത്തെ ഏറ്റവും വലിയ മടിയൻ ഇതാണ്. ഇയാൾ വായം കൊണ്ടുള്ള താളം മാത്രമേ ഉള്ളൂ. എല്ലാരെയും കൊണ്ട് വായം കൊണ്ട് താളം വിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കും. അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചത് ജാബിയാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. പക്ഷേ അല്ല അയ്യോ, ജാബിനെ സമ്മതിച്ചപ്പോ എന്നെ സമ്മതിക്കത്തില്ല. ജാബിൻ തോന്നുന്നു നീ അവിടെ ഗെയിം ഇവൻ ഇപ്പഴാ കാണുള്ളൂ. ഞാനെന്താ അറിയാമോ, കാരണം ഞാൻ എന്റെ പ്രൊഫഷൻ ഗെയിമിംഗ് ആണ്. അപ്പൊ ഞാൻ ഫുൾ ടൈം ഗ്രൈൻഡ് അതെന്റെ പണിയാണ്. അത് ഗെയിം ഗ്രൈൻഡ് ചെയ്യുന്ന വെച്ചാൽ ആരും കാണാനില്ല. എനിക്കത് ഈ സ്പോർട്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ സ്പോർട്സിലും കളിച്ചിട്ടുണ്ട്. അല്ല സെക്കൻഡ് സിഒഡിയിലെ വേൾഡില് ഇറങ്ങാൻ പോണ ആളുണ്ട്. ഇന്ത്യ കൊൽക്കത്ത പോയിട്ട് ഞാൻ വന്നാ അതിപ്പോ നമുക്കും പോയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെ. ഏറ്റവും സത്യസന്ധത ഉള്ള ആൾ. അയ്യോ, ഞാൻ അയ്യോ, ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഞാന് അയ്യോ മാറിപ്പോയി. ഞാൻ തന്നെ പ്രൊമോട്ട് എന്ത് പറഞ്ഞാലും കേൾക്കും. ഒരു പാവം ഒരു നീ മുതലെടുക്കും ചെയ്യും. ഓ താനോ ഞാൻ എന്ത് മുതലെടുക്കാൻ ചെയ്യണം പറ. ഞാൻ എന്ത് മുതലെടുക്കാം ജാബി അതൊന്നും ചെയ്യണേ. ഏത് അല്ല, ഞാൻ ജാവിനെ മുതലെടുത്തു. എന്താ പറയണേ പറ. എടോ ഇയാളല്ലേടോ എല്ലാത്തിനും എടുത്തുണ്ടോ? അങ്ങനെ ഇല്ലാന്നല്ല പറഞ്ഞു. അവന് ഇല്ല. അതിന് കൂടുതൽ മുതലെടുപ്പ് ഇയാളാണോ? Who is better cook? അത് ഓവർനൈറ്റ് ആശാൻ നമുക്ക് കുക്ക് ചെയ്തൊക്കെ തരാം. 2 മണി ആയിക്കഴിഞ്ഞ ഒരു സാധനം. അതെ, 2 മണി ആകുമ്പോഴത്തേക്കും മറ്റേ ബ്രെഡ് സാൻഡ്വിച്ച് സോസ് ഒക്കെ വെച്ച് മസാല. പിന്നെ കുറച്ച് റെസിപ്പി പറഞ്ഞു. മസാലയോ? മസാല അല്ല, ഡൊമിനേറ്റർ എക്സ് ആണ് ഇവിടുത്തെ കുക്ക്. ഞാനൊരു കുക്കാണ്. പപ്പടം പറക്കും, മുട്ട പൊരിക്കും, പിന്നല്ലാതെ കളയാൻ വേണ്ടിട്ടുണ്ടാക്കണ. പിന്നെ നെക്സ്റ്റ് വെച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നെഗറ്റീവ് കിട്ടിയിട്ടുള്ള ആള്. ഞാൻ തന്നെയായിരിക്കും. ഒരാളുണ്ടായിരുന്നു, അയാൾ ഹോസ്പിറ്റലിൽ. എനിക്ക് ഡയലോഗ് ഉണ്ട്, പക്ഷെ ഇതൊന്നും എന്നെ തളർത്തില്ല മക്കളെ. കൂട്ടത്തിലെ ഗായകൻ. അപ്പൊ ഞാൻ നന്നായി പാടും. ഞാനിതൊരു പാടുന്നത് ഞാൻ കേട്ടില്ല. കൂടുതൽ നന്നായി പാടും. രാത്രി അത് മൂളി പാട്ട് അല്ല, വെറുതെ കണക്കണ പാടുന്നല്ല, നല്ല രീതിയിൽ ഒരു പാട്ട് പഠിക്കാം. ഏതാണ്ട് ഏതും പഠിക്കും. ഇപ്പൊ മറ്റേ ട്രെൻഡിങ് ആയിരിക്കുന്ന നരിവേട്ടല്ല, ട്രെൻഡിങ് ആയിട്ടില്ല. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ മനം നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞ് വന്ന മകൾ ഒരു നിന്റെ മറത്തുളഞ്ഞല്ലോ മനം തകർന്നല്ലോ മലയിൽ ഉരുവെട്ടും ഒരു വിരണം നിറഞ്ഞ് അറുപ്പകൾ കറഞ്ഞല്ലോ.
വനക്കിളിയേ മരകിളിയേ മനിതനറി മനത മനമിളിയേ വനക്കിളിയേ മരകിളിയേ മനിതനറി മത മനവിളയേ. മതി എന്തൊക്കെയോ വായി തോന്നി എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. വേണമെന്ന് വന്ന് തെരുവിളി കേട്ടല്ല. വേടാ വാടാ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ടില്ല. എടുത്തു വെക്ക്. കൊമ്പന്റെ പാട്ട്. എന്റെ പാട്ടൊന്നുമില്ല. ഒരു പാട്ട് പാട്ട്. ഇല്ല ഞാൻ സ്വന്തമായിട്ടൊരു വിശ്വാസം. അല്ല ഉണ്ടോ? കുഴപ്പമില്ല പാടി. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി തേനും വായമ്പുമുണ്ടോ വാനം പാടിതൻ തൂവരുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ നുഴയുമ്പോൾ മൗനം പാടുന്നുണ്ടോ. കഴിഞ്ഞില്ലേ? മറ്റേ പച്ചക്കറിക്കായ ഞാൻ പാടട്ടാ. ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊരിയൂ കുഞ്ഞോട് കുമ്പായി മാമുണ്ടു ചാഞ്ചാട് കുഞ്ഞോട്. Who is most romantic person? അയ്യോ ഞാനാ ഇതിലെ ഏറ്റവും റൊമാൻറ്റിക് പേഴ്സൺ ജാബിയ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മാരേജ് ചെയ്തത്. അത് പെട്ടുപോയതാ. നമുക്ക് ഇതിനെ പറ്റി ചർച്ച ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു കുറച്ച് റൊമാൻറ്റിക്. എന്ത് സ്നാപ്ചാറ്റിൽ എടാ റൊമാൻറ്റിക് ഒരാളടുത്ത് മാത്രം കാണിക്കും. അല്ലാണ്ട് 10 പേരെടുത്ത് റൊമാൻറ്റിക് കാണിച്ചു കഴിഞ്ഞാൽ റൊമാൻസ് അല്ല. ബ്രോ എൻജോയ് യുവർ ലൈഫ് ബ്രോ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. ബ്രോ എത്ര പേരുടെ അടുത്ത് കാണിക്കണ്ട റൊമാൻറ്റിക്? എന്താ ഏതാ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇങ്ങനെയാണ്. ഞാൻ കണ്ടായിരുന്നു. Who is most late comer? ഫോർ എക്സാമ്പിൾ ലൈറ്റ് കമറ. Late comer. Late ആവും. ശരിക്കും ഈ ഒരു ഫോട്ടോ മാത്രം മതി. മതി ചലഞ്ചില്. താങ്ക് യു. എന്ത് എവിടെ വിളിച്ചാലും അങ്ങനല്ല. ലാസ്റ്റ് റൗണ്ട് ഇതിപ്പോ കഴിയും. ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെ വന്നപ്പോ മറ്റേ വാലറിന്റെ കളിച്ചോണ്ടിരിക്കുന്നത്. ഇവര് 10 ഓപ്പോസിറ്റ് ടീം 4. ഞാൻ ഒരു കുളിയും കഴിഞ്ഞ് ബാത്റൂമൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോ ഇവര് 12 അവര് 14. ഒട്ടും ശ്രദ്ധയില്ലാത്ത ആള്. മറന്നു വളരെയധികം ഒരു ശ്രദ്ധയില്ല. കാരണം ഈ മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്ക് തന്നെ ഇയാൾ വന്നതിന് ശേഷം ഒരു 30 ആണെങ്കിലും നിർത്തിയിട്ടുണ്ടാവും. മിനിമം 30 2 ബൗള് ചെറിയ 2 ബൗള് പൊട്ടിച്ച് ഇത് നിലത്തിരുന്ന് മെയിൻ ആള് ഇവന്റെ ഫോണാ. ചുമ്മാ. അതെ ഇതില് കുറെ വൈറ്റ് ഡിസൈൻ അല്ല താഴെ സീക്രട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവര്. അത് ഡോമിനേട്രെക്സ് ആണ് തോന്നുന്നത്. എനിക്കൊന്നുമില്ല. അത് ഡോമിനേട്രെക്സ് ആണ് എന്റെ ഒരു ഓർമ്മയില്. എനിക്ക് അവിടെ സീക്രട്ട് ആയിട്ട് അക്കൗണ്ട്. ഇയാൾ പോടെ വന്നു. എനിക്ക് സീക്രട്ട് അക്കൗണ്ട് അവിടെ ഉള്ള യൂട്യൂബിലുള്ളൂ. യൂട്യൂബാ എനിക്കറിഞ്ഞൂടാ. എനിക്ക് എവിടെയാണ് സീക്രട്ട് അക്കൗണ്ട്? എനിക്ക് ആകെ 3 അക്കൗണ്ട് ഉണ്ട്. അത് 3 സീക്രട്ട് അല്ല. 3 നമുക്ക് 2 നല്ല അറിയുള്ളൂ. അത് കോളേജിൽ പഠിച്ചപ്പോ തുടങ്ങി. അത് ഇമെയിൽ കിടന്നാണ്. അത് ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്തപ്പോ അറിയാതെ കിട്ടിയ അർജുൻ ഷാജി. ഗെയിംസ് കൊമ്പൻ അർജുൻ ഷാജി തന്നെ. നമുക്കറിയില്ലായിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉള്ളത് ഇയാളാണ്. കാരണം ഇയാൾ എനിക്ക് ഏതോ അക്കൗണ്ടിൽ നിന്ന് തന്നെ മറ്റേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്റെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. എനിക്കൊരു അക്കൗണ്ട് കിട്ടി. ഞാൻ അപ്പൊ നോക്കുമ്പോ ലേഡി അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ മെസ്സേജ് ഇൻസ്റ്റന്റ് റിപ്ലൈ. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് റിപ്ലൈ. എവിടെയാ ഇപ്പൊ അതിന്റെ ഇത്ര നേരം ഉറങ്ങാതെ ഇരിക്കുന്നത്? നിന്റെ അടുത്താ
പിന്നെ അത് ഇത്ര നേരം വെച്ചാൽ ഞാനും ആക്റ്റീവ് ആവുന്ന ഓവർനൈറ്റ് ആയിരിക്കും. ആ സമയത്ത് ആകെ 1-2 പേരൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ സംസാരിക്കും. രാത്രി ആക്റ്റീവാ 1-2 ചിലപ്പോ 10 പേരുണ്ടാവും. ഞാനൊരു ബോയ് ആണ്, നിങ്ങളെ പോലെ ഇങ്ങനെ. ഒരു സ്ക്രീനിൽ അപ്പൊ ഗെയിമോ വേറെ അല്ലേ, അതിന് വേറെ സ്ക്രീൻ കൊണ്ടുവരും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who survive without internet? എനിക്കൊന്നും ജബർദസ്ത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. എനിക്കും പറ്റും. ഇയാള് ഫുൾ ടൈം റീല് ഫീലിംഗ്. യൂസ് ചെയ്യാറില്ല. ഇയാള് രാത്രി എന്താ പരിപാടി? ഓക്കെ ഞാൻ ചോദിക്കട്ടെ, രാത്രി എന്താ പരിപാടി? രാത്രി ഞാൻ റീൽസ് കണ്ട് കിടക്കും. പിന്നെ ഇയാൾ എവിടെയാ കാണുന്നത് മനസ്സിലായി. നെറ്റ് വേണ്ടേ? അത് ചിലപ്പോ ഞാൻ ചെയ്യാന്നറിയാം. ഒന്നും ചെയ്യാൻ. അല്ല, എനിക്കൊരു പിസ്സ ഷോപ്പ് ഉണ്ട് ഫോണിൽ, ഞാൻ അത് കളിക്കും. അത് നമുക്കുണ്ട്, അത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ ബിസിനസ്. നമ്മുടെ ലെവല് 20 കണ്ടായി. പിന്നെ ഹോസ്പിറ്റലുണ്ട്. ഏതിന്? ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വേണ്ടല്ലോ. നമ്മള് പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പീസ് അത് നമുക്ക് സെറ്റ് ചെയ്യാം. Who is most funny? ഇവനൊക്കെ എന്തിനാ ഞാനാണ് കോമാളി ലൂക്കാനെ വരെ ചിരിപ്പിക്കാൻ കഴിയും എനിക്ക് മാത്രം. പിന്നെ അവന് പണ്ടറിയാൻ പറ്റില്ല. അങ്ങനെയല്ല, അത് മുഖം കണ്ടിട്ടാ. Who lies the most? കള്ളം പറയുന്നത്. അതെ, ഒന്നും നോക്കാനില്ല, ഇങ്ങനെ പോക്കും ഞാൻ. ഓ ഇപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ കള്ളം. ഓ ഞാനൊരു കള്ളം പറയാല്ല, ഇയാളാണ് ഇരുന്ന് കള്ളം പറയാം. ഞാൻ എന്തിട്ട് കള്ളം പറഞ്ഞു? ഇയാൾ എന്തൊട്ടാ കള്ളം പറയാത്ത? ഗീ റിസ്ക്. ഇത്ത ഒരു പാക്കറ്റ് ഗീ റസ്ക് മേടിച്ചു. ഞാൻ പറയും, ഒരു ടിന്ന് ഇല്ല, അത് ഞാൻ ഇക്കോടല്ലേ പറഞ്ഞു, ഇവിടെ പറഞ്ഞില്ലല്ലോ. ഒരു ടിന്ന് ഗീ റസ്ക് മേടിച്ചിട്ടുണ്ട്. എനിക്ക് പനി ആയിരുന്ന സമയത്ത് ഞാൻ ഒരു 3 ഗീ റസ്ക് എടുത്തു. അപ്പൊ ഇയാൾ അവിടെ ചോറുണ്ടിട്ട് 2:30 വെളുപ്പിന് 2:30 ചോറുണ്ടിട്ട് പാശം വന്നിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് ഒരെണ്ണം തരുമെന്ന് ചോദിച്ചു. ഞാൻ ഒക്കെ ഒരെണ്ണം കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എടുത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് അയാൾ കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്, ഒരെണ്ണം കൂടെ എടുത്ത് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നപ്പോൾ എൻ്റെ നിന്ന് ഒരെണ്ണം മേടിച്ച്. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇത്ത അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ടിന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇല്ല, സാധനം ഇല്ല, ഒന്നുമില്ല. ഒരു 3/4 ടിന്നുണ്ടായിരുന്നത് അതിനകത്ത് ആകെ 4-5 ബാലൻസ് കിടക്കുന്നത്. അതാരാ കട്ടെടുത്ത്? പിന്നെന്താ പിന്നെന്താ ഒരു ദിവസം ചോദിക്കും ഇട്ടാ ഞാൻ ഇതൊന്നും എടുത്തോട്ടെ. ഇതിനുള്ള ഉത്തരം ഇയാൾ പറ. ഈ പൊക്കി പിടിച്ചാണ് ഇതിനുള്ള. നീ കള്ളം പറയാറുണ്ട്. എന്താ പറ? നീ കള്ളം പറ. ഇല്ലാത്തോണ്ടാ കിട്ടാത്തത്. പിന്നെ വേറൊരു ദിവസം ഞാൻ വെളുപ്പിന് എഴുന്നേറ്റാ. വെളുപ്പിന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് കണ്ണോർത്ത് നോക്കിയപ്പോ ഒരാള് ഞാൻ അവിടെ കണ്ടത് മറ്റേ ഡാർക്ക് ഫാന്റസിയുടെ പെട്ടിയാണല്ലോ. അത് ഞാൻ ഇവന് കൊണ്ടുവന്ന് തന്നു. അതല്ല, ഇതാ മുമ്പത്തെ കേസ് പറയണത്. അപ്പൊ കൊറേ ഉണ്ട്. എന്നിട്ട് ഞാൻ പണ്ടാരും കണ്ടല്ല എന്ത് ഒരു കുഞ്ഞു പീസ് ബ്രെഡ് മാത്രം. ബ്രെഡും കറിയും ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച്. പൈസ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന ആള്. 2-3 പേരുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പണ്ട് ഒരാള് എന്റെ പൈസ ഇരിക്കത്തില്ല. ഇവന് ഇപ്പൊ കുറച്ച് ഫണ്ട് വന്നിട്ട് ചെലവാക്കിയിട്ടില്ല. അത് ചെലവാക്കി ഞാൻ ഇത് ഓക്കെ പറയും. കുറച്ച് ഫണ്ട് ഉണ്ട്. ഫണ്ട് വരും പോവും. പോവാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, എന്നാലും അത് പോവുള്ളൂ. അതിന്റെ ഒരു 75% പോയി. 25% ഉണ്ടായാലും മതി ലക്ഷങ്ങള്. എന്റെ പൈസ ഇരിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് കാടം, പ്രാരാബ്ദം, ഭാര്യ, കൊച്ചുങ്ങള്. Who is the most lazy person? കൊമ്പൻ. ലേറ്റിനൊക്കെ വികൃതി എന്നാണ് അതിന്റെ അർത്ഥം.
സ്ഥലത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയേക്കണത്? സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ പോയിട്ടില്ല. പിന്നെ എവിടേക്കാ? ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. സ്കൂൾ ലേസി എന്ന് പറഞ്ഞാ ഏത് സ്കൂളാ? വികൃതി പിടിച്ച ലേസി ബോയ് കേട്ടല്ലോ, വികൃതി പിടിച്ച ലേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയൻ. അങ്ങനെ അർത്ഥം എന്റെ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. എന്നാ പിന്നെ പുതിയ ഡിഷ് നോട്ടിന്നാണ് വികൃതി. അപ്പൊ വാങ്ങുമ്പോ നോക്കിക്കൊണ്ടൊക്കെ വാങ്ങണ്ടേ? Who is the foodie person? ഫുഡ് തരാം. വെറും ഫുഡിയല്ലേ, തട്ടെടുത്ത് ഫുഡി. 10 നേരം തിന്നാൻ പറ്റുമോ? 15 നേരം തിന്നിക്കുകയാണ്. കുറ്റമൊന്നുമല്ലല്ലോ. കുറ്റമല്ല, പക്ഷെ ഡയറ്റാന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ഫുഡ് ഞാൻ ചോദിക്കട്ടെ, രാവിലെ ബ്രോ പറയുന്നത് എന്നും ഡയറ്റ് ആണെന്ന്. ഓക്കെ, ഞാൻ ഡയറ്റ് ഉള്ള ആള് 12 മണിക്ക് കഴിക്കുള്ളൂ കേട്ടോ. 12 മണിക്ക് 11 മണിയാകുമ്പോൾ എനിക്ക് 12 മണിയാകുമ്പോൾ കഴിച്ചു തുടങ്ങേ. 12 മണിക്ക് ഒരു നേരം കഴിക്കും നമ്മളിരിക്കുന്നതിന് മുമ്പ്. നമ്മളിരിക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കും 1:30 2 മണിയാകുമ്പോൾ നമ്മളിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കഴിക്കും. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വേറെ ഒന്ന് വേണ്ട. 4 മണിയാകുമ്പോൾ ചോറ് ബാക്കിയുണ്ടോ നോക്കും. അതിനകത്തുണ്ടെങ്കിൽ അത് 4 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും. അത് കഴിഞ്ഞ് ഒരു 5 മണി 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ വന്നിട്ട് മറ്റേ പഴംപൊരി മറ്റേ എണ്ണ പലഹാരങ്ങളോ, ചായ കുടിക്കില്ല, എണ്ണ പലഹാരം ഞാൻ പറഞ്ഞില്ല. എണ്ണ പലഹാരങ്ങൾ ഒരു 4-5 ഒത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കഴിക്കും. പിന്നെ അത് തീർന്നില്ല, രാത്രി ഓവർനൈറ്റ് ആരും കാണാതെ ഒരു 2 മണി 1 മണി 2 മണിയാകുമ്പോഴത്തേക്കും ആരും കാണാതെ പോയിട്ട് ഞാൻ ഗെയിമിലായിരിക്കും, ഇയാൾ ഗെയിമിലായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വേറൊന്നും. ഇയാൾ നൈസായിട്ട് പോയിട്ട് ഇരുന്ന് കഴിക്കും. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രുചികൾ എന്നിട്ടാന്ന് അറിയാം, അത് വിശപ്പിനാ. ബ്രോ ഈ ഡയലോഗ് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞ്? അത് ഈ മനസ്സിലാക്കാൻ ഇത് ആ റീലിൽ നിന്ന് കണ്ടല്ലേ, ഞാനും കണ്ട റീല്. ഒരു റീല് കണ്ടിട്ട് അത് കിടന്ന് അടിച്ചോണ്ടിരിക്കുക. അതല്ല, ഇവൻ ആദ്യം പറയും രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഇവനെ വിളിക്കും, ഫുഡ് രാവിലത്തെ ഞാൻ പറയില്ല, കഴിക്കാറ്. എന്നിട്ട് ലാസ്റ്റ് എല്ലാരും കഴിച്ച് കഴിയുമ്പോ ലാസ്റ്റ് ഇവനായിരിക്കും മിക്കപ്പോഴും കൊമ്പനായിരിക്കും ലാസ്റ്റ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞ് ഇവൻ വന്നിട്ട് അടുത്ത് ഫുഡ് ഇട്ട് കഴിഞ്ഞാലേ ഓടി വന്നിട്ട് ബാക്കി എല്ലാം ഫുഡ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ? പുട്ടും ചോറും കടലക്കറി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേസ്റ്റ് ആയി കിടക്കുന്നത് അത് അഞ്ചാറ് കാര്യം പറ്റി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബാലൻസ് ഈവനിങ് നമ്മൾ കഴിക്കാറുണ്ട്. ഞാനല്ലേ ഇതൊക്കെ കഴിക്കാറുണ്ട്. ബ്രോ അത് രാവിലെ കഴിച്ച് തീർക്കണമെന്നില്ല. ഇവർക്ക് കിട്ടാറില്ല. പിന്നെ വൈകുന്നേരം ഏത് ബ്രേക്ക്ഫാസ്റ്റ് കേടാവണേ അതൊന്നും എനിക്ക് അറിയണം. അപ്പം ഉണ്ടാക്കാറുണ്ട്, പുട്ടുണ്ടാക്കാറുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അത് ഏതാ വലിച്ചു പോണേ ഒന്ന് പറ. ചപ്പാത്തി ബ്രോ ഒരു കറിയും വലിച്ചു പോകാറില്ല. നമ്മള് ഇത് ഞാൻ തന്നെയാ. അങ്ങനെ പറയൂ. നെക്സ്റ്റ് വൺ. Who is the most matured person? മെച്ചോട് ആരപ്പോ? സോറി, അത് ജബർദാസിനെ കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പോ കുറച്ച് മെച്ചോടൊക്കെ അല്ല ഇവ മെച്ചോടല്ലേ? അതെ. കുറച്ച് മെച്ചൂറായിരുന്നു. എന്റെ ബേബിയാ, എന്റെ ബേബി മെച്ചോടാ. Who is the good secret keeper? ഇയാളെ കൊണ്ടൊന്നും സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ലടേ. ഇയാള് ഞാൻ പറയാറില്ല ആരോടും. അല്ല, പക്ഷെ ഇയാളുടെ കാര്യം പറയാൻ പറ്റില്ല. ഇയാൾ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഇയാളുടെ വായനെല്ലാം പോകും. ഞാൻ അങ്ങനെ എല്ലാം ഒന്നും പറയുന്നില്ല. ഇയാൾ ട്രിഗർ ആയി കഴിഞ്ഞാൽ പറയുമോ? പറയുന്നൊരൊന്നൊന്നര സാധനം ഞാൻ അളിഞ്ഞു പോയിട്ടുണ്ട്. അത് സിറ്റുവേഷൻ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ സീക്രട്ട് ആയി പോയി, അതുകൊണ്ട് പറയുന്നില്ല ഇങ്ങോട്ട്. ഇവനെ കാണിച്ച കാരണം പറഞ്ഞില്ല. ഇവൻ ആരോടും മിണ്ടാറില്ല, ഇവൻ മിണ്ടാറില്ല, പിന്നെ ആരോട് സീക്രട്ട് പറയാനായിട്ടാ. ഇവനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട ഇവൻ കടിച്ചു പിടിച്ച് മിണ്ടാതിരിക്കും, വേറൊന്നും പറയുന്നില്ല. ഫാത്തിയുടെ അടുത്ത് അങ്ങനെയാണോ? Who is the most loyal person? എന്ന് പറഞ്ഞോ ഇയാള് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇയാളെയാണ്. ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളത് ഞാൻ പോയി ഏറ്റവും വിശ്വസിക്കുന്ന ഞാൻ എന്നെ തന്നെ ഇല്ല. കുടിച്ച വെള്ളം ഇയാളെ വിശ്വാസമില്ല. ഇയാള് കള്ളനാ, ഇയാള് മൂന്ന് കള്ളനാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടോ. നിന്നെ തന്നെ വിശ്വാസമില്ല. എനിക്ക് എന്നെ നല്ല വിശ്വാസം. എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ നല്ല Who is the most sensitive person? സെൻസിറ്റീവ് മീൻസ് പെട്ടെന്ന് പെട്ടെന്ന് സെൻസിറ്റീവ് മാറുന്ന മറ്റേ മൂഡ് സിങ്സ്. സോറി ഇവനാ
ഇവ എന്തെങ്കിലും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കരയും. ഇതിപ്പോ മോസ്റ്റ് സെൻസിറ്റീവ് പേഴ്സൺ എന്നല്ലേ ചോദിച്ചത്? അത് പടപെടാന്ന് മൂഡ് സിങ്സ് ഉള്ളത് ഇയാൾക്കാണ്. രണ്ടുണ്ട്. എനിക്ക് അങ്ങനെ എല്ലാത്തിലും എനിക്ക് വിഷമം ഉണ്ടാവാറില്ല. ഇങ്ങനെ പിടിച്ചാൽ മതി. Who is the most beauty conscious person? ഇയാള് ഭയങ്കര മേക്കപ്പ് ഉള്ളതാണ്. ഒരു വീഡിയോ കയറണമെങ്കിൽ ഓളെ മേക്കപ്പ് ഫുള്ള് വാരി പൊത്തിയിട്ട് ഇയാള് കയറത്തുള്ളൂ. ഞാൻ ജാബിനോ തൊട്ട് കയ്യൊന്നും കാണിച്ചത് ഇപ്പൊ തുടച്ചത് കണ്ടാ. ഫേസ് വാഷ്, ഫേസ് സ്ക്രബ് അല്ലേ? അല്ല സൺസ്ക്രീൻ വരെ എന്തിനാ ഇടുന്നത്? ആ വെള്ളപ്പ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ? ഓ അത് ഇടും. സൺസ്ക്രീൻ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കണേ എന്തിനാ സൺസ്ക്രീൻ ഇടുന്നേ? ഓ ഈ ലൈറ്റിന്റെ വെട്ടത്തിനായിരിക്കും അല്ലേ? ഇതും സീനാണ്. Most hygienic person. അത് ഇയാളെ ഞാൻ എന്തായാലും പൊക്കത്തില്ല ബ്രോ. കുളിയും തന്നെയൊക്കെ ഉള്ള ആൾക്കാർ. ഇതില് ഏറ്റവും കൂടുതൽ കുളിക്കുന്നത് ഞാനാ. ഏതിലെ ഒരു തേങ്ങയില്ല ബ്രോ. ലാസ്റ്റ് എന്താ കുളിച്ചേ? മിനിഞ്ഞാന്ന് ഞാൻ ഇന്നലെ കുളിച്ചു. അല്ല അത് ഞാൻ കുളിച്ചിട്ടാണല്ലോ വന്നത്. ഞാൻ പിന്നെ ബ്രോനെ ഞാൻ എല്ലാം കാണിച്ചിട്ട് വീഡിയോ. ഇവിടെ ഞാൻ വരുമ്പോ മിക്കപ്പോഴും ഫുള്ള് വെള്ളമായിരിക്കും. അത് മിക്കപ്പോഴും ഇവൻ തന്നെ. ബ്രോ എപ്പോഴാ വിളിച്ചത്? ഇവൻ ഇന്ന് കുളിച്ചു. അതെ ഇന്നലെ അല്ല അല്ല അയാളുടെ ഞാൻ പൊക്കത്തത് അറിയാം. അയാൾ നഖം വെട്ടില്ല, അതുകൊണ്ട് ഞാൻ അയാളുടെ പൊക്കത്തത്. ഇയാൾ നഖം വെട്ടത്തില്ല, നഖത്തിന്റെ ഇടയിൽ ചെളിയും വെച്ചോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതിന് ശേഷം വെട്ടിയത്? എനിക്ക് നഖം ഉണ്ടെങ്കിലും മറ്റേ ക്ലീൻ ആയിരിക്കും. ക്ലീൻ ആയിരിക്കും, പക്ഷെ ഇയാൾ അങ്ങനല്ലേ. Who is most brilliant person? ബ്രില്യന്റ്. ഞാനൊരു വേറെ പൊക്കത്ത് ബ്രില്യന്റ്. ഞാൻ തന്നെ ബ്രോ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ വിയോജിച്ചിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനും പിടിക്കാം. ഇരിക്കട്ടെ. എടാ എന്തർത്ഥത്തിലാണ് ബ്രില്യന്റ് എന്ന് പറയണത്? ബ്രോ എന്താർത്ഥത്തില്ല ബ്രോ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ ബ്രില്യന്റ് എന്ന് പറയാൻ കാരണം എന്താ? എനിക്ക് അതിനുള്ള കഴിവുണ്ട്. സത്യം പാട്ടും കഴിവുണ്ട്. കഴിവും കണ്ടായിരുന്നു താടി പൊഴിച്ചെല്ലാം പഠിച്ചിട്ടുള്ള കഴിവ്. കഴിവാണ്. അതെ കഴിവ്. അതെ അതും കഴിവാ. ബ്രില്യൻസ് ആണ് അതൊക്കെ. അതും കഴിവാ. ബ്രോനെ അതുകൊണ്ട് ഇന്റർവ്യൂവിനെല്ലാം വിളിച്ചത്. ബ്രോന്റെ ബ്രില്യൻസ് എന്താ? ബ്രോ ഞാൻ എന്റെ ബ്രില്യൻസ് എന്റെ ഗെയിമിലാണ് ബ്രോ. ബ്രോ ഗെയിമിംഗിൽ ബ്രില്യൻസ് അല്ല ബ്രോ ഗെയിമിംഗിൽ ബ്രില്യൻസ് വേണം ബ്രോ. ഗെയിം സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താ അറിയാവോ? അത് പറയുന്നത് മസിൽ മെമ്മറി എന്താന്ന് അറിയാവോ? എന്താ മസിൽ മെമ്മറി? മസിൽ മെമ്മറി എന്താ? മസിൽ മെമ്മറി എന്നിട്ട് നമ്മുടെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ആണോ? ഒമ്പടി കള്ളി. ഇതാ പറഞ്ഞ ബ്രോയ്ക്ക് ബുദ്ധിയില്ലാന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the most coolest person? കൂള് വെക്കുന്ന ആളെന്നല്ല പറഞ്ഞത്. ശാന്തൻ, സമാധാനം, പ്രിയൻ. കോൾമാൻ ഈസ് ജബർദാസ്. എന്തായാലും നമ്മളെക്കാളും ബെറ്റർ വരാ. അതെ ഈ കൂട്ടത്തിലും ബെറ്റർ ജബർദാസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is become the richest person in the future? അത് ഇയാൾ എന്തായാലും ഇയാളായിരിക്കും. ഇയാളാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സ്ഥലങ്ങൾ. പാലാരി വട്ടം, സൗത്ത്. അല്ല റിച്ച് ആവാൻ വേണ്ടിട്ട് അവിടെ ബിസിനസ് തുടങ്ങാൻ ബ്രോ ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് മൈൻഡും കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് ബ്രില്യന്റ് ആയിട്ട് ചിന്തിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി ബ്രോ. മിനിങ്ങാന്ന് എനിക്ക് മനസ്സിലായി ബ്രോ. എവിടെ ഇന്റർവ്യൂ പറഞ്ഞപ്പോ എവിടെയായിരുന്നു? അല്ല ഞാൻ റിച്ചായി നിന്നെ റിച്ചാക്കും. വേണ്ട, ഇയാളുടെ പാതയിൽ ഞാൻ വരത്തില്ല. ബ്രോയുടെ പാതയിൽ ഞാൻ വരത്തില്ല. ഇല്ല ഞാൻ വരില്ല. എനിക്ക് ബ്രോയുടെ പാതയിൽ വരണ്ട. ഇല്ല നമ്മുടെ പ്രസന്റ് ചെയ്യണം നമ്മൾ നന്നായിട്ട്. ഒരു ബിസിനസ് വരുമ്പോ നമ്മൾ അവിടെ ആരും ഇൻട്രസ്റ്റ് അപ്പൊ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ ബിസിനസ് തുടങ്ങാ, പിന്നെ ലാഭം കൊയ്യാ. മനസ്സിലായ ബ്രോ വേറെ ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ബ്രോ ചിരിക്കുന്നത്. ബ്രോ എന്ത് ചിന്തിച്ചേ? ഞാൻ വേറെ എന്താ ചിന്തിക്കണമെന്ന് പറഞ്ഞില്ല ബ്രോ. അതെന്താ കാര്യം പറ. Who is the most pet lover? ഇവിടെ ആരും അത് ഡോമിനേട്രിക്സ്. പൂച്ചയുടെ ചുണ്ണാമണി കയറി പിടിച്ച് കടി. അതൊക്കെ അതൊന്ന് 14 സ്റ്റിച്ചൊക്കെ എടുത്ത് എവിടെയൊന്ന് സ്റ്റിച്ച് എടുത്ത് എവിടെയാ? അല്ല മറ്റേ ഇഞ്ചക്ഷൻ എടുത്ത് പറ. പിന്നെ ഇവിടെ ബട്ടക്സിലാ കയ്യില് കണ്ടോ? അത് കയറി പിടിച്ചു. നമ്മളെ മറ്റവനില്ലേ കൊടുത്തു പറഞ്ഞ രാത്രി നൈസായിട്ട് ഒന്ന് പിടിച്ചതാ. ഇല്ല. നെക്സ്റ്റ് Who is the best editor? അതൊക്കെ എന്തിനാ? അത് കയ്യിലിട്ട് കൊടുത്തിനാ. അത് കയ്യിലിട്ട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ പറയാ. ജാബർദാസിനൊക്കെ 6-7 മണിക്കൂർ എടുക്കും. എനിക്കാണെങ്കിൽ വെറും 1/2 മണിക്കൂർ എടുക്കത്തുള്ളൂ. അത് കട്ട് ചെയ്യാണ്ട്. അല്ല നമ്മുടെ അതെ എങ്ങനെ ബെറ്റർ എഡിറ്റർ ആവാണ്ടിരിക്കാം എന്നുള്ളത്.
ബ്രോക്ക് മറ്റേ ഇത് ഇൻഷോട്ടിൽ അടിച്ചതല്ലേ? അതുമില്ല ക്യാപ് കട്ട്. അതുമില്ല. ഇല്ല ഇത് വീണ്ടും എടുക്കണം അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യും. ഹു ഇസ് ദ ബെസ്റ്റ് മാനിപ്പുലേറ്റർ? മാനിപ്പുലേറ്റർ ഇത് കറങ്ങി വരുന്നില്ലല്ലോ ഇത് കയ്യിലേക്ക്. ആ ഞാൻ എന്ത് മാനിപ്പുലേഷനാണ് ചെയ്തേക്കുന്നത്? പച്ചയായ സത്യങ്ങളെ പച്ചയായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വ്യൂസിനെ എത്തിച്ചിട്ടുണ്ട്. ഞാനേ പച്ചയായ സത്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. ശരി, എന്തുകൊണ്ട് ഞാൻ മാനിപ്പുലേഷനായി? ഇയാള് മാനിപ്പുലേറ്റർ ആയതുകൊണ്ട് ഇയാളെ ഈ കൈ ഇതൊക്കെ ഈ നമ്മൾ 3 പേര് മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞ് പൊക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും ഇയാളുണ്ടല്ലോ. ഇത് കണ്ടോ ഇപ്പൊ കാണിച്ചില്ലേ? ഇപ്പൊ കണ്ടില്ലേ? ലൈവ് എക്സാമ്പിൾ. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇവര് കമന്റ്സ് ചെയ്തായിരുന്നല്ലോ കൊറേ ഇയാൾക്ക് വിഷമാവണ്ടെന്ന് പറഞ്ഞിട്ടുള്ള. അത് ഇയാള് ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഇയാള് വിഷമം അഭിനയിച്ച് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ശരി, അങ്ങനെ നിങ്ങൾക്ക് തോന്നി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ നമുക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടായിരിക്കും നിങ്ങളെക്കാളും കൂടുതൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഈ ഇമോഷൻസ് കാര്യങ്ങൾ കാണിക്കും. പക്ഷെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്ക് കണക്ട് ആവും സാധനം. എന്നിട്ട് ഇവൻ കൈ അടിക്കുമായിരുന്നു കമന്റ് ബോക്സിൽ അത് കാണുമ്പോ. രാത്രി അന്ന് അത്ര ഹെയ്റ്റ് കമന്റ് വന്നു. ബക്രീനെ പിടിച്ച് എന്നെ വീഡിയോ വിളിച്ചു. എന്റെ പാട്ടിനെ കണ്ട നീ കണ്ട ഇങ്ങനെ നെഗറ്റീവ് ഇൻഫർമേഷൻ പാസ് ചെയ്യല്ലേ? കണ്ട ഇതാണ് മാനിപ്പുലേഷൻ. ഇതാണ് മാനിപ്പുലേഷൻ. Who is most likely to act smart? എന്താന്ന്? സ്മാർട്ട് ആണ് എപ്പോഴും. സ്മാർട്ടാണ് എപ്പോഴും ആക്ട് ചെയ്യുന്ന ആള്, അഭിനയിക്കുന്ന ആള്. ഏറ്റവും സ്മാർട്ടസ്റ്റ് ആരോ ആക്ട് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ആരെന്നല്ല ആക്ട് ചെയ്യുന്നത്. കൊമ്പൻ. ജാബിക്ക് വ്യക്തമായ റീസൺ ഉണ്ടല്ലോ, അത് പറഞ്ഞേ. അതന്നെ അതന്നെ ഇവന്റെ വിചാരണ്ട് ആ. ഇല്ലടാ ആവാന്ന്. നമ്മൾ വലിയ ആളാണ്. ഇപ്പൊ അറിവില്ല. Who is most likely to post a gym selfie after 1 day of workout? ഒരു ദിവസം വർക്കൗട്ടിന് പോയാലും സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആള്. ഞാനൊരു ഡേവം കണ്ടു. അല്ല ഞാൻ മാത്രമേ ജിമ്മിൽ പോകുന്നുള്ളൂ, ബാക്കി ആരും ജിമ്മിൽ പോകത്തില്ല. അല്ല ഒരു പ്രാവശ്യം നീ പോകുള്ളൂ. ഫിറ്റ് ആണ്. ആ ഫിറ്റ് ആണ് ബ്രോ ഫിറ്റ് ആണെന്ന് പറയണെങ്കിൽ ശ്വാസം പിടിച്ചു വെക്കണം. കൂടുതലായിട്ടും മണ്ടന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ആ അതെ പൊക്കി പൊക്കിയില്ല ഞാൻ. സോ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇന്ററാക്ഷൻ സെക്ഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഗൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ.